ഈ ജനുവരിയിലെ സിനഡ് നടക്കാൻ പോകുമ്പോൾ പ്രിയപ്പെട്ട പിതാക്കന്മാർക്ക് ചിന്തിക്കാനായി ചില കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമതായി തന്നെ ഇപ്പോൾ ഈ എറണാകുളം അങ്കമാലി രൂപതയിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന പട്ടം കൊടുക്കൽ ശുശ്രൂഷയിൽ മാർ പാംപ്ലാനി അവതരിപ്പിച്ച ഒരു ദൈവശാസ്ത്രമുണ്ട്. ലാറ്റിനിൽ അദ്ദേഹം പറഞ്ഞു, അതിനെ മലയാളത്തിലേക്ക് പുള്ളി തർജിമ ചെയ്ത് പറഞ്ഞത് തോമസ് അക്വീനാസ് പറഞ്ഞതാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് കോട്ട് ചെയ്തത്. പറഞ്ഞത് ദൈവത്തിൻ്റെ ദൈവം മനുഷ്യനാണ്. ഇത് എവിടെ നിന്നാണ് പുള്ളിക്കിത് കിട്ടിയതെന്ന് ആർക്കും അറിയില്ല. ഇതെങ്ങനെയാണ് പുള്ളി ഇങ്ങനെയൊരു പാഷണ്ഡത പഠിപ്പിക്കുന്നത് എന്നും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അത് പഠിപ്പിക്കുക എന്നത് മാത്രമല്ല, അത് പറഞ്ഞു വെച്ചുകൊണ്ട് അതിൽ നിന്ന് പുള്ളി വീണ്ടും പറഞ്ഞ് മുന്നേറുകയാണ്. അതിനെ കൂടുതൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പുള്ളി പറയുന്നു, അതുവഴി ഉദ്ദേശിക്കുന്നത് ദൈവം എന്ത് വിട്ടുവീഴ്ചയും, അത് എന്ത് എന്നുള്ളതിനൊരു ഇച്ചിരി നീട്ടം കൂടുതലുണ്ട്. ദൈവം മനുഷ്യന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. അപ്പോൾ ആ എന്ത് വിട്ടുവീഴ്ചയും എന്ന് പുള്ളി പറയുന്നത് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പുള്ളി ഇതൊക്കെ പറയുന്നത്. കാരണം എന്ത് വൃത്തികെട്ട വിട്ടുവീഴ്ചയും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് ആ പറയുന്നതിൻ്റെ പൊരുൾ. അതായത് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായി ഇരുന്നു കൊണ്ട് അദ്ദേഹം അവിടെ വിമതന്മാരുമായി ഇല്ലിസിറ്റ് കുർബാന തുടർന്നുകൊണ്ട് നിർബാധം തുടരാൻ വേണ്ടി അവർക്ക് ഉള്ള എല്ലാ ഒത്താശയും അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അവരുടെ ഗുഡ് ബുക്കിൽ സ്വയം സ്വന്തം പേര് വരുത്താനും അതിൽ ആയിത്തീരാനും വേണ്ടിയുള്ള പുള്ളിയുടെ അതിതീവ്രമായ ശ്രമങ്ങളിലും ന്യായീകരിക്കാനും അത് സിനഡിലുള്ള മറ്റ് ബിഷപ്പുമാരെയും സഭാവിശ്വാസികളെയും വത്തിക്കാനെയും എല്ലാം തെറ്റിദ്ധരിപ്പിക്കാനും ഓറിയൻ്റൽ കോൺഗ്രിഗേഷനെ അടക്കം അല്ലെങ്കിൽ ഡിക്കാസ്ട്രീനെ അടക്കം എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പുള്ളി കാണിക്കുന്ന ആ മ്ലേച്ഛമായ ആ ഒത്തുതീർപ്പ് ന്യായീകരണം മാത്രമാണ് അദ്ദേഹം അതുവഴി നടത്തുന്നത് എന്നതാണ് അതിൻ്റെ വാസ്തവം. പിന്നെ വശത്താക്കി വെടക്കാക്കുക എന്ന അതീവ മനോഹരമായ ആ ഒരു കലാപരിപാടിയാണ് അദ്ദേഹം നടത്തുന്നത്. അതുവഴിയാണ് ഈ പറയുന്ന പോലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കല്ലറങ്ങാട്ട് പിതാവിനെ വരെ പുള്ളി കുപ്പിയിലിറക്കി. അവിടെയും ചെന്നതുപോലെ തന്നെ പിന്നെ അവിടുത്തെ പാലായിലുള്ള ഒരു സ്ഥാപനത്തിന് അവിടുത്തെ ഹോസ്പിറ്റൽ പണിതതിന് മാർസ്ലീവ ഹോസ്പിറ്റലിന് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിന് വേണ്ട ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, തരപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതിനെപ്പറ്റിയൊന്നും നമുക്ക് നിജസ്ഥിതി അറിയില്ല. എന്തുമാകട്ടെ, അതിൽ ഒക്കെ ഉപരിയായി എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും പ്രഭാഷണങ്ങളിൽ നിന്നുമൊക്കെ അറിയാൻ നല്ല മെയ്വഴക്കവും നല്ല രീതിയിൽ പ്രസംഗിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, ആ വാചകമടിയുടെ കഴിവ് വെച്ച് എല്ലാവരെയും പുള്ളി കുപ്പിയിലിറക്കുകയും ഈ പറയുന്ന രീതിയിൽ എല്ലാവരെയും കബളിപ്പിക്കാനുമുള്ള ഒരു നല്ല നൈപുണ്യം അദ്ദേഹത്തിനുണ്ട്. അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കേണ്ടതിന് പകരം അത് ചീത്തയായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ആണ് അതിൻ്റെ തെറ്റ്. പിന്നെ റാഫേൽ തട്ടിൽ പിതാവിനെ വെറും പുള്ളി ഇപ്പം അവിടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഈ പറയുന്ന മാർ പാംപ്ലാനി പിതാവാണ്. അദ്ദേഹം സൂപ്പർ ആർച്ച് ബിഷപ്പോ ഇല്ലെങ്കിൽ കിങ് മേക്കറോ ഒക്കെയായി മേജർ ആർച്ച് ബിഷപ്പ് കളിച്ചുകൊണ്ട് പുള്ളിയാണെല്ലാം ചെയ്യുന്നത്. സിനഡിൻ്റെ സെക്രട്ടറി, എറണാകുളം രൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി, പോരാത്തതിന് തൻ്റെ പഴയ തലശ്ശേരി രൂപതയുടെ ആർച്ച് ബിഷപ്പ് എന്നുള്ള എല്ലാ പട്ടങ്ങളും എല്ലാ ടൈറ്റിലുകളും വെച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സൂപ്പർ MAB ചമയുകയും അങ്ങനെയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ആർക്കൊക്കെ ഏതൊക്കെ രൂപതേനെ അതിരൂപതയാക്കണം, ആരെയൊക്കെ ആർച്ച് ബിഷപ്പാക്കണം, പുതിയ ഏതൊക്കെ മെത്രാന്മാരെ, ഇതിനകത്തൊക്കെ പുള്ളിക്ക് അനിയന്ത്രിതമായ ഒരു കൈകടത്തലും അതിനു വേണ്ടുന്ന ഉള്ള ഇൻഫ്ലുവൻസും പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ എല്ലാം വളച്ച് തിരിച്ച് മറിച്ച് കൊണ്ടുവരാനുള്ള ആ ഒരു കഴിവ് പുള്ളി അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ആ കഴിവ് ഈ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തമായ ചില അജണ്ടകൾക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പരമമായ യാഥാർത്ഥ്യം. പിന്നെ മറ്റ് ബിഷപ്പുമാരെ ഇപ്പോൾ തന്നെ സിനഡിൽ പിന്നെ
സീനിയറായി ശക്തിയുക്തം ഇതിനു വേണ്ടി നിലകൊള്ളാൻ സാധിച്ചിരുന്ന ആൻഡ്രൂസ് പിതാവ് ഇവിടെ വന്ന് എറണാകുളം രൂപതയിൽ അദ്ദേഹം വന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ടൊക്കെ വന്ന് അദ്ദേഹത്തിന് അവിടുന്ന് പരാജയപ്പെട്ട് പിന്മാറി പോകേണ്ട ചരിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ വായടഞ്ഞു. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വാ തുറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇപ്പം അവിടെ ചങ്ങനാശ്ശേരിയിലാണെങ്കിലും ഒരു പൗവത്തിൽ പിതാവോ ഇല്ലെങ്കിൽ ഈ പറയുന്ന പെരുന്തോട്ടം പിതാവോ ഒക്കെ അങ്ങനെയുള്ള സീനിയർ ആരും ഇപ്പോൾ അവിടെ ഇല്ല. ഇപ്പോൾ ഉള്ളത് തോമസ് തറയിൽ പിതാവാണ്. അപ്പോൾ അദ്ദേഹം ജൂനിയറാണ് എന്നുള്ള ഒരു ഇതിൽ അദ്ദേഹത്തിൻ്റെ വോയിസിനും വലിയ ഇതൊന്നും ഇപ്പം ഈ പറയുന്ന സിനഡിൽ കിട്ടുന്നുണ്ടോ എന്നോ ഇത് അല്ലെങ്കിൽ തൻ്റെ ആ സ്ഥാനത്തിനൊത്തവണ്ണം അദ്ദേഹം പ്രായത്തിനതീതമായി ആ പക്വതയോടുകൂടി അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കാനും അത് ശക്തമായ രീതിയിൽ അവതരിപ്പിച്ച് ആ സംഗതികൾ നേടാനും അദ്ദേഹത്തിന് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ആണ് നമ്മുടെ സിനഡിൽ സംഭവിക്കുന്നത്. അപ്പം മറ്റാരും ഇപ്പം നിയന്ത്രിക്കാനില്ല. ഇപ്പം കടിഞ്ഞാണില്ലാത്ത പട്ടം പോലെയെന്നോ അല്ലെങ്കിൽ പിടിച്ചു കെട്ടാൻ സാധിക്കാത്ത, അതിനേക്കാളേറെ പിടിച്ചു കെട്ടാൻ സാധിക്കാത്ത ഒരു അശ്വമേധം പോലെ ഈ പറയുന്ന മാർ പാമ്പ്ലാനി നമ്മുടെ സഭയിലും സിനഡിലും അങ്ങ് തേർവാഴ്ച നടത്തുകയാണ്. അപ്പം അതിനൊരു അന്ത്യം വരാതെ, അതിനെ പിടിച്ചു കെട്ടാൻ ആളില്ലാതെ ഒന്നും നടക്കുകയില്ല. ഇപ്പം ആൻഡ്രോസ് പിതാവിന് CBCAയുടെ പ്രസിഡൻ്റാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് തെറ്റാണ്. അദ്ദേഹം ഇതിൽ അന്ന് അങ്ങനെ സംഭവിച്ചു. പക്ഷേ അന്ന് അദ്ദേഹത്തിന് ബോസ്കോ പിതാവ് ഉണ്ടായിരുന്ന സമയത്തെ പോലെ ഒരു ശക്തമായ ഒരു കൂരിയായെ അവിടെ നിയമിച്ചുകൊണ്ട് അപ്പോൾ ഉണ്ടായിരുന്ന കൂരിയെ എടുത്ത് മാറ്റിയിട്ട് സഭയോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള ഇപ്പോൾ ബോസ്കോ പിതാവ് നിശ്ചയിച്ച് തീരുമാനിച്ച് അവിടെ കൊണ്ടുവന്ന മാതിരിയുള്ള സഭയോട് സത്യസന്ധത പുലർത്തുന്ന എറണാകുളം അങ്കമാലി രൂപതയിലെ അച്ഛന്മാർ അവിടെ ഈ പറയുന്ന കൂരിയ ഫോം ചെയ്യിച്ചുകൊണ്ട് അദ്ദേഹം ശക്തമായ നടപടികൾ മുന്നോട്ടെടുത്തിരുന്നെങ്കിൽ ഒരു 10-50 ഇല്ല കൂടിപ്പോയ ഒരു 70 വിമതന്മാരെ പുറത്താക്കിക്കൊണ്ട്, വിമത വൈദികരെ പുറത്താക്കിക്കൊണ്ട് ഈ പ്രശ്നം നല്ല രീതിയിൽ ശക്തിയുക്തയോടെ നടത്താൻ പറ്റി വിജയിക്കാൻ സാധിക്കുമായിരുന്നു. അതില്ലാതെ നാണം കെട്ട രീതിയിൽ അവസാനം പോകേണ്ടി വന്നതിൻ്റെ കാര്യം അദ്ദേഹത്തിനന്നത് സാധിച്ചില്ല. പക്ഷെ അത് ഇനി വേണമെങ്കിലും സാധിക്കും, സാധിക്കായികയൊന്നുമില്ല. ശക്തിയുക്തം തൻ്റെ ഇടത്തോടെ വന്ന് അത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹവും അത് ചെയ്യാനായിട്ട് ചങ്കുറപ്പ് കാണിക്കണം, വരണം. എന്തിനു വേണ്ടിയാണ് പേടിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നാണിക്കുന്നത്? അപമാനിതനാകുന്നെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ്, പരാജയപ്പെടുന്നെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ചിന്താഗതി ഉണ്ടാകണം. അതുപോലെ തന്നെ അവനവൻ്റെ കോട്ടക്കൊത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട്, ദന്തഗോപുരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഉദ്ബോധന പ്രസംഗങ്ങളും വളരെ വളരെ സുന്ദരമായ പ്രസംഗങ്ങളും പള്ളിപ്രസംഗങ്ങളും മാത്രം നടത്തിയിട്ട് കാര്യമില്ല. കല്ലറങ്ങാട്ട് പിതാവ് അതേപോലുള്ള പ്രസംഗങ്ങൾ നടത്തുക മാത്രമല്ല ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടെന്നല്ല, തീർച്ചയായും വേണം. പിതാവ് എന്നുള്ള നിലയിൽ ഉദ്ബോധിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട എല്ലാ ഇതും അങ്ങയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷേ സിനഡിൽ ഒരു ആലഞ്ചേരി മാറിയ സമയത്ത് സിനഡ് കൂടി പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഏറ്റവും കൂടുതൽ ബിഷപ്പുമാർ കല്ലറങ്ങാട്ട് പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി വരണമെന്ന് ആഗ്രഹിച്ചു, ആ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൊണ്ട്. പക്ഷേ അതിനെ പുറംകാലിന് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കാതെ അതിൽ നിന്ന് ഭീരുവിനെ പോലെ ഒളിച്ചോടി സ്വന്തം കോട്ടക്കൊത്തളങ്ങളിലും സ്വന്തം അരമനയിലെയും രാജാവും രാജകുമാരനുമായി മാത്രം ഞാൻ വാണോളാം എന്ന് പറഞ്ഞതും ഈ പറഞ്ഞ പോലെ സഭയ്ക്ക് വേണ്ടിയോ ക്രിസ്തുവിന് വേണ്ടിയോ ബുദ്ധിമുട്ട് ഏറ്റെടുക്കാൻ സാധിക്കാത്ത തരം പിൻവാങ്ങി ഓടിയ ഒരു വ്യക്തിത്വം പോലെ ആണ് വിശ്വാസികൾക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചെന്നായി വരുമ്പോൾ ഓടി ഒളിക്കുന്ന ഇടയനെ പോലെ ഓടി ഒളിക്കുകയല്ല, ധീരതയോടെ മുന്നിൽ നിന്ന് അവയെ സംരക്ഷിക്കേണ്ടവനായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്ന ഒരു തോന്നുന്ന ഒരു ഞങ്ങളുടെ ഒരു സങ്കടമെന്നോ വിഷമമെന്നോ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തോന്നൽ അങ്ങനെയാണ്. അല്ലാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഈ പറഞ്ഞ മാതിരി വിട്ടോടാൻ പാടില്ലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പിതാവ്, അദ്ദേഹം ഇപ്പം എന്നാന്ന് വെച്ചാൽ ഒരു വികാരി, മെട്രോപൊളിറ്റൻ വികാരിയെ നിയമിച്ചുകൊണ്ട് നേരിട്ട് കൂരമ്പുകളേക്കാതെ ഒരു ശിഖണ്ഡിയെ നിർത്തിപ്പണ്ട് പഞ്ചപാണ്ഡവന്മാർ യുദ്ധം ചെയ്തെന്ന് പറഞ്ഞ പോലെ ഉള്ള തരത്തിൽ വേറെ ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അപ്പോൾ പുള്ളി എന്ത് വേണേ കാണിച്ചോട്ടെ എന്നുള്ള തരത്തിൽ എന്തായാലും എൻ്റെ കസാരയും എൻ്റെ തൊപ്പിയും എൻ്റെ പടിയും ഞാനിതാ ഇവിടെ ഇങ്ങനെ തന്നെ തുടരുന്നു, എൻ്റെ ടൈറ്റിലിന് കുഴപ്പമൊന്നുമില്ല, നാണം കെട്ട രീതിയിലാണ് ഇവൻ അധികാരം ഏറ്റെടുക്കേണ്ടി വന്നത്, തൻ്റെ പ്രതാപത്തോട് ആ സ്ഥാനത്തിൻ്റെ പ്രതാപത്തിനൊത്ത കാരണം
അതുപോലും ഏറ്റെടുക്കാൻ സാധിച്ചില്ല. എങ്കിൽ പോലും അതൊന്നും പ്രശ്നമല്ല. സ്വന്തം ബസിലിക്ക പള്ളിയിൽ ഇന്നേ വരെ ഒരു ദിവ്യബലി പോലും അർപ്പിക്കാൻ സാധിച്ചില്ല. അതുമൊന്നും പ്രശ്നമല്ല. വേറെ ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്നാ വൃത്തികെട്ട കളി അദ്ദേഹം കളിച്ചാലും വേണ്ടില്ല, ഞാനിവിടെ സുരക്ഷിതനായി അതിൻ്റെ പിന്നിൽ പുറകിൽ ഇങ്ങനെ തുടരാം എന്ന് വിചാരിക്കുന്ന തരത്തിലേക്ക് ഇത് അതപ്പതിക്കാതെ സ്വന്തം എന്താ പറയുക, തീക്ഷ്ണമായിട്ട് തൻ്റെ ഇടത്തോടുകൂടി മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ നടപ്പാക്കാനും തൻ്റെ കാര്യം വികാരിയിലൂടെ നടപ്പാക്കാനുമാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ വികാരി കളിക്കുകയും താൻ പാവയെപ്പോലെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വികാരി മെത്രോപ്പൊലിറ്റനെ വികാരി ബിഷപ്പിനെ നിയമിച്ചാൽ ആ വികാരിയെ കൊണ്ട് തൻ്റെ കാര്യം നടത്താനാണ്. അല്ലാതെ ഇപ്പം തന്നെ നമ്മൾ വിചാരിക്കുക പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും വേണ്ട ഒരു കമ്പനിയിൽ ഒരു സ്റ്റാഫിനെ ഒരു ആൾ നിയമിക്കുന്നു, ഇല്ലേ ഒരു കമ്പനിയുടെ ഓണർ MD ഒരു മാനേജരെ നിയമിക്കുന്നു. അങ്ങനെ നിയമിക്കുന്നത് തന്നെ എടുക്കാനാ? മാനേജർക്ക് തോന്നുന്നത് MDയെ കൊണ്ട് ചെയ്യിക്കാനാണോ, അതോ MD പറയുന്നത് മാനേജരെ കൊണ്ട് അവിടെ താഴെയുള്ള സ്റ്റാഫിനെ കൊണ്ടും കാര്യങ്ങൾ നടത്തിപ്പിക്കാനാണോ? ഇല്ലെന്നുണ്ടെങ്കിൽ അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടണം. അയാളോട് ഞാൻ പറയുന്നത്, സഭ പറയുന്നത്, സിനഡ് പറയുന്നത്, മാർപ്പാപ്പ പറഞ്ഞത്, ഓറിയന്റൽ കോൺഗ്രിഗേഷൻ പറയുന്നത് നടപ്പാക്കാൻ തന്നെ കൊണ്ട് പറ്റുകയില്ല. അയാളെ അവിടെ നിന്ന് മാറ്റണം. ആ മാനേജരെ നമുക്ക് ആവശ്യമില്ല. അത് ചെയ്യാനുള്ള ചങ്കുറപ്പും അത് ചെയ്യിപ്പിക്കാനുള്ള സാമർഥ്യവും വേണം. അല്ലെങ്കിൽ സ്വയം ചെയ്യണം. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവരണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അങ്ങേരുടെ ഇതിനൊത്ത് നമ്മൾ തുള്ളാൻ നിൽക്കുകയല്ല ചെയ്യേണ്ടതെന്നാണ് തട്ടിൽ പിതാവിനോട് ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടിയും പറയാനായിട്ടുള്ള ഒരു റിക്വസ്റ്റ്. ഇതുപോലെ തറയൽ പിതാവ് ഇരിക്കുന്നത് ഈ പറയുന്ന പോലെ പൗത്യപിതാവും ഇരുന്ന ആ ഒരു കസേരയിലാണ്. ശരിയാണ്, ഇപ്പോഴത്തെ ചിലപ്പോൾ സിനഡിലെ ഏറ്റവും ജൂനിയറായ ഒരു ബിഷപ്പായിരിക്കാം അവിടുന്ന്. എങ്കിലും ഈ പറയുന്ന പ്രായത്തിനതീതമായ പക്വതയും തീക്ഷ്ണതയും ആ പാരമ്പര്യവും ആ പാരമ്പര്യ ബോധവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ധീരതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാനും അത് നടത്തിച്ചെടുക്കാനുമുള്ള സാമർഥ്യവും ചങ്കുറപ്പും പിതാവ് കാണിക്കണമെന്നാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിനോട് പറയാനായിട്ടുള്ളത്. ഇതുപോലെ നമ്മുടെ കൂവക്കാട്ട് പിതാവുണ്ട്. അദ്ദേഹം പിന്നെ സിനഡിൽ മെമ്പറല്ല. ഇല്ലെന്നുണ്ടെങ്കിൽ കൂവക്കാട്ട് പിതാവ് ഇപ്പോൾ കാർഡിനലാണ്. അദ്ദേഹത്തിനൊന്നല്ലേ വന്ന് ടേക്ക് ഓവർ ചെയ്യൂ. അതിൻ്റെ മെക്കാനിസം എന്താണ്? അല്ലെങ്കിൽ സിനഡ് കൂടി അത് ചെയ്യണം. പിന്നെ ഈ സിനഡിലുള്ള 4 or 5 ഇപ്പം ചിലരെ ആർച്ച് ബിഷപ്പായി മാറിയിട്ടുണ്ട്. പണ്ടും ആക്ടിങ് ആർച്ച് ബിഷപ്പുമാരായിരുന്നു. സഭയ്ക്ക് എതിര് നിൽക്കുന്ന 5 or 6 ബിഷപ്പുമാരുണ്ട്. അപ്പോൾ അവർക്ക് അടിമപ്പെട്ട് പാമ്പ്ലാനിക്കും ആ പറയുന്ന 5 or 6 ബിഷപ്പുമാരുടെ ഒരു കോക്കസിൻ്റെ പിന്നിൽ പോയി അവർ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക്, അവർ ഹൈജാക്ക് ചെയ്ത് അവർ കൊണ്ടു നടക്കുന്ന രീതിയിലേക്ക് സിനഡ് അതപ്പതിക്കാതെ നമ്മുടെ സഭ തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടി എന്ത് നിങ്ങൾക്ക് ചെയ്യാവോ അത് ഏതറ്റം വരെ പോയി ചെയ്യാവോ അത് ചെയ്യണം. ഒരു 50, 60, 70 ഇല്ലെങ്കിൽ 100 വൈദികര് സഭ വിട്ടു പോവുക, അവർ പോകട്ടെ. അങ്ങനെയുള്ള പിശാചുക്കളെ ഇതിനകത്ത് വെച്ചുകൊണ്ട് എന്തിനാണ് ഈ സഭയെ നശിപ്പിക്കുന്നത്? പോകേണ്ടവരെ പോകണം, പുറത്താക്കേണ്ടവരെ പുറത്താക്കണം. ചീഞ്ഞവയെ ചീഞ്ഞ ഒരു 10 തക്കാളി ഉണ്ടെങ്കിൽ ആ 10 തക്കാളി 100 തക്കാളി ഇരിക്കുന്ന കൊട്ടയെന്നെടുത്ത് ദൂരെ കളയും. ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി കൂടെ അത് ചീച്ചു കളയും. അപ്പോൾ അത് മനസ്സിലാക്കി വെറും ഒരു പച്ചക്കറിക്കാരൻ്റെ ബുദ്ധിയും ബോധവുമെങ്കിലും അക്കാര്യത്തിൽ വേണ്ടേ? അപ്പം ഇല്ലേലും കത്തോലിക്ക സഭ അങ്ങനെ തന്നെയല്ലേ? ഈവൻ കർദിനാൾമാരെ വരെ എടുത്ത് പുറത്താക്കുന്നു. അവർ സഭയുടെ പ്രബോധനങ്ങൾക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ, അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ മാർപ്പാപ്പായും അതുപോലെ അങ്ങനെയുള്ള കോൺഗ്രിഗേഷനുകളും അതിന് ഉള്ള അതോറിറ്റീസും അവർക്കെതിരെ നടപടിയെടുക്കുകയും മാർപ്പാപ്പ അത് റാറ്റിഫൈ ചെയ്യുകയും ചെയ്ത് അവരെ പുറത്തു കളയുന്നു. അത് ചെയ്യാനുള്ള ചങ്കുറപ്പും ധീരതയും നമ്മുടെ ബിഷപ്പുമാർ കാണിക്കണം. അല്ലാതെ എല്ലാവരും അവരവരുടെ കോട്ടകൊത്തളങ്ങളിൽ പോയി അവരവരുടെ സിംഹാസനങ്ങളിൽ ഇരുന്നുവാണ് ഉണ്ടുറങ്ങി സുഖിച്ച് ജീവിക്കുകയല്ല വേണ്ടത്. ഇപ്പം എറണാകുളത്തെ ഇപ്പം എല്ലാവർക്കും ഇത് പറയാം, 4-5 വർഷം കഴിയട്ടെ, 10 വർഷം ഇങ്ങനെ അങ്ങ് പോകട്ടെ. ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എറണാകുളം അങ്കമാലി രൂപതയിലുള്ള വിശ്വാസികളുടെ കുർബാന കാര്യത്തിൽ നിങ്ങൾ എന്ത് തീരുമാനം ഉണ്ടാക്കുന്നത്? അവർക്ക് ഓരോ ദിവസവും കിട്ടേണ്ട വിശുദ്ധ ബലി കിട്ടുന്നില്ല. അതിന് നിങ്ങൾക്കാർക്കും ഒരു ചൂടുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് ശരിയാകുന്നത്. ഇപ്പം നിങ്ങൾ അങ്ങനെങ്കിൽ അവിടുത്തെ കുർബാന പ്രശ്നം തീരുന്നിടം വരെ എന്നാൽ നിങ്ങളും കുർബാന കൂടണ്ട, നിങ്ങളും കുർബാന ചെല്ലണ്ട എന്നാ സാധിക്കുമോ? അപ്പോൾ അങ്ങനത്തെ ഈ പറയുന്ന മുറിന്യായം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറച്ച് നാളൂടെ പോകട്ടെ. ഇനി കുറച്ച് നാളല്ല, ഒരു നിമിഷം പോലും അങ്ങനെ പോകാൻ പാടുള്ളതല്ല. അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമല്ലോ. വിശുദ്ധ കുർബാന എന്താണെന്ന് നിങ്ങളെ ഒരു അൽമായനായ ഞങ്ങളാരെങ്കിലും പഠിപ്പിക്കണോ? ഞങ്ങളാരെങ്കിലും പറഞ്ഞു തരണോ?
അപ്പോൾ നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയിലും യേശുവിലും വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളെപ്പറ്റിയോ ഇതിനെപ്പറ്റി ഒന്നും ഒരു ബോധവുമില്ല എങ്കിൽ അത് വിശ്വാസിക്ക് കിട്ടേണ്ട മിനിമമായ ഒരു അവൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് എന്ന് നിങ്ങൾ പ്രബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് അവന് പട്ടിണിക്കിടാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അല്ല എങ്കിൽ നിങ്ങൾ ഈ ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞ സാധനം മാറ്റി അത് ലിസിറ്റാണ്, ജനാഭിമുഖമായ ഇല്ലിസിറ്റ് ഇനി ചെല്ലിക്കോളുക, അതിനെ ഞങ്ങൾ മാറ്റിയിരിക്കുന്നു, അത് ലിസിറ്റാക്കിയെന്ന് അന്നില്ലെങ്കിൽ അങ്ങനെ ഇതിനെ റാറ്റിഫൈ ചെയ്യണം. അതിന് വത്തിക്കാൻ്റെയും മാർപ്പാപ്പായുടെയും അംഗീകാരമല്ലെങ്കിൽ വേണം. അതല്ലാതെ അവിടുത്തെ ജനങ്ങളെ ഈ പറഞ്ഞ പോലെ ഒരു കുർബാനയും ലിസിറ്റായിട്ടുള്ള ഒരു കുർബാനയില്ല, ഇല്ലിസിറ്റ് കൂടിക്കോളാനായിട്ടാണോ നിങ്ങൾ പ്രബോധിപ്പിക്കേണ്ടത്? അത് അടുത്ത 4 കൊല്ലോ 5 കൊല്ലോ 10 കൊല്ലോ ഇങ്ങനെ തുടരട്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് 10 കൊല്ലം കഴിയാൻ നേരം ഇപ്പോഴും ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുന്ന പുതിയ അച്ഛന്മാർ എല്ലാം ഇത് തന്നെയാണ് വീണ്ടും ചെല്ലി തുടങ്ങുന്നത്. ഇവരാരെങ്കിലും മാറി ചെല്ലുവോ? കാറ്റക്കിസത്തിന്റെ ഒരു ഷെഡ്യൂൾഡ് സമയത്തെങ്കിലും നിങ്ങളെ കൊണ്ട് ഇത് ഈ പറയുന്ന സിനഡ് കുർബാന ചെല്ലിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇല്ലല്ലോ. പിന്നെ എന്ത് സമവായം എന്നതാ അവിടെ ഉണ്ടാക്കിയത്? അവർ പറയുന്നതിനെല്ലാം ഈ പറയുന്ന പോലെ മുട്ടയിലഴയാൻ പറഞ്ഞപ്പം വൃഷ്ടത്തിലഴഞ്ഞിട്ട് പറയുകയാണ് എല്ലാം സോൾവ് ആക്കി, എല്ലാം റിസോൾവ് ചെയ്തു, ഇപ്പം പ്രശ്നമില്ലെന്ന്. ഇങ്ങനത്തെ നാണം കെട്ട ഇത് ചെയ്തതിനാണോ പാംപ്ലാനി എല്ലാം അവിടെ ശരിയാക്കിയെന്ന് പറയുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഉറക്കം നടിക്കലും ഈ അവരവൻ്റെ സുഖലോലുപതയിലുള്ള ഇരിപ്പും വിട്ടൊഴിഞ്ഞ് നിങ്ങൾ ജാഗരൂകരായി സിനഡിലെങ്കിലും ഒരു ശക്തിയുക്തം തീരുമാനം എടുപ്പിക്കാനും അത് നടപ്പാക്കാനും അത് സമയബന്ധിതമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാനുമുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.